എൻ്റെ ഫാദർ 91 ഒരു പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഡൽഹി കൊണ്ടുപോകുന്ന 3 പ്രോമിസുകളുണ്ടായിരുന്നു. 3 പ്രോമിസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? ആദ്യം ഒരു കണ്ണാടി, അതാഗ്രഹമായിരുന്നു. എനിക്കറിയില്ല, ഒരു സൈക്കിള്. ഓക്കെ. അപ്പം മൂന്നാമത്തേത് വെച്ചാൽ ഡൽഹിയെ കൊണ്ട് സോണിയാഗാന്ധിയെ കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്നെ സംബന്ധിച്ച് മരിക്കുന്നില്ല, അത് എനിക്കൊരു റിയാലിറ്റിയാണ്. പറയാൻ താല്പര്യമുണ്ടോ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗവും? അതല്ല ഞാൻ പറയുന്നത്, ഇതിനകത്ത് തുടക്കം കൂടുതൽ ചില സംശയങ്ങളുണ്ടായിട്ടുണ്ട്. ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്കൊരു പാർട്ണർ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക? സ്വാഭാവികമായിട്ടുണ്ടല്ലോ. ഈ മെസ്സി ഹെയർ ഒക്കെ ഒരു കെയർഫുൾ കെയർലെസ്നെസ് ആണോ? അല്ല, ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യാറില്ല. മാക്സിമം ഇങ്ങനെ കൈവച്ച് ഈ ഇൻഫ്ലുവൻസിൻ്റെ സമയത്ത് മാത്രമേ അങ്ങനെ സ്റ്റൈലിസ്റ്റായിട്ട് കാണുന്നുള്ളൂ, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ആളാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് പുള്ളിക്കാരത്തി എനിക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ ഭക്ഷണം വാരിത്തരാനൊക്കെ വരുമായിരുന്നു. എൻ്റെ ചെറുപ്പം മുതൽ എന്നെ വളർത്തിയത് അമ്മയാണ്. ഫാദറിന് പിന്നെ ഞങ്ങളുടെ സമ്പത്തിൽ ഗസ്റ്റായിരുന്നു ഇവിടെ മാത്രമേ പറയാൻ പറ്റും. അപ്പോൾ സ്കൂളിൽ വന്നിരുന്നുകൊണ്ടിരുന്ന അമ്മയാണ്. ഞാനിന്ന് മരിക്കുവാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഏക ഖേദം എൻ്റെ രാജ്യം വിട്ടു പോകുന്നു എന്നുള്ളതായിരിക്കും. ദാറ്റ് ഈസ് മൈ ലവ് ഫോർ മൈ കൺട്രി. നമസ്കാരം. ദ പെർസ്പെക്റ്റീവിൽ ഇന്ന് നമുക്കൊപ്പം പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടി ഉമ്മൻ. സ്വാഗതം ചെയ്യാം സർ. നമസ്കാരം. പുതുപ്പള്ളിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ലെഗസി ഉണ്ട്, അത് ക്യാരി ചെയ്യുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. പക്ഷേ ചാണ്ടി ഉമ്മൻ സാറിൻ്റെ അതേ ഒരു സ്വന്തമായൊരു വഴി വെട്ടുക എന്നുള്ളത് വേറൊരു ഉത്തരവാദിത്തമാണ്. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് ഈ ആക്ട് ഓഫ് ബാലൻസിങ് സാധ്യമാണ്? ആക്ട് ഓഫ് ബാലൻസിങ് എളുപ്പമല്ല, എപ്പോഴും ആ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ ലെഗസി ഒരിക്കലും അതങ്ങനെ വേറെ ആർക്കും മാച്ച് ചെയ്യാൻ പറ്റത്തില്ല, അതങ്ങനെ നിൽക്കും. നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്തു പോകുക എന്നുള്ളത് മാത്രമേ ഞാൻ ആ കരുതി പറയൂ. അങ്ങനെ ഒരു ആലോചിക്കുമ്പോഴേ ഞാൻ അച്ഛനാവുക എന്നുള്ളതാണോ ആലോചിക്കുന്നത്, അല്ല ഞാനായി നിൽക്കണമെന്നാണോ ഒരു വലിയ ഭാവിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ? ഞാനെപ്പോഴും എൻ്റെ ഒരു എന്താ പറയുക വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. ഞാനതിപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ട്, കാരണം അദ്ദേഹമാണ് കാരണം. ഞാൻ ആഗ്രഹിച്ചില്ലേ പോലും അദ്ദേഹമാണ് അങ്ങനെ അതിനെ ആക്കിയെടുത്തത്. അപ്പം നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ്, പിന്നെ ബാക്കിയല്ല ദൈവനിശ്ചയം. അപ്പം നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. അദ്ദേഹമാവൂ ഇപ്പം പലരും എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ച് പറഞ്ഞു, അച്ഛനെ പോലെ അനുകരിക്കാൻ ശ്രമിച്ചു. ഞാൻ എനിക്ക് അനുകരിക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങനെയാണ്. എൻ്റെ പിതാവിൻ്റെ ട്രേഡ്സ് എന്നിൽ കാണുമല്ലോ, അദ്ദേഹത്തിൻ്റെ മകനാകുമ്പോൾ സ്വാഭാവിക ട്രേഡ്സ് എനിക്ക് കാണും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ നമ്മൾ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അതിനകത്ത് ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല അച്ഛനാവുന്നോ ഞാനാവുന്നു. ഞാൻ കൂടുതലും എൻ്റെ ഒരു ആ സിറ്റുവേഷൻസ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇഷ്ടം. ഓക്കെ, ഇനി കുറച്ച് പുറകോട്ട് പോയാലേ ടീച്ചർ, അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈഫ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു ജനക്കൂട്ടമാണ് ഞാൻ കാണുന്നത് എന്നുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചത്, പക്ഷേ മാം നന്നായിട്ട് അത് അഡാപ്റ്റ് ചെയ്യും, ഒപ്പം സഞ്ചരിക്കുകയും ചെയ്തു. മക്കളും അത് തന്നെയാവും കണ്ട് വളർന്നിട്ടുണ്ടാവുക. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു കാര്യമല്ല, ഞങ്ങളെ സംബന്ധിച്ചൊരു നോർമാണ്. ദിവസവും കണ്ടു. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അത്ഭുതമായിരിക്കും, ഞങ്ങളെ സംബന്ധിച്ചത് ഇല്ലെങ്കിലാണ് അത്ഭുതം. ആളില്ലെങ്കിൽ അവസാന കാലത്ത് അദ്ദേഹം സുഖമില്ലായിരുന്നപ്പോഴൊക്കെ നമുക്കൊരു വിഷമമായിരുന്നു. അദ്ദേഹം കോവിഡ് സമയത്തൊക്കെ പുള്ളി ആക്റ്റീവായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരുന്ന സമയം. കാരണം ഒരു ഡയറി എടുത്തത് എല്ലാവരുടെയും ഓരോരുത്തർക്കും ഓരോ പേജ് കൊടുത്ത് ആ പേജിൽ നമ്പർ ഇട്ട് ഫോൺ നമ്പർ ഇട്ട് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ ഏതോ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരാനുണ്ടായിരുന്നു. ആ കുട്ടി അവസാനം പറഞ്ഞു സാറ് വിളിക്കണമെന്ന് പറഞ്ഞു. അത്ര തവണ അവരെയും അതേപോലെ കൊണ്ടുവരാൻ ഏറ്റ ആളെയും വിളിച്ച് അങ്ങനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ കോവിഡ് സമയത്തും. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞാനും ഫാദറും 3 ദിവസം വീട്ടിനകത്തിരുന്ന് ഇത് തന്നെയായിരുന്നു കോർഡിനേഷനായിരുന്നു. അപ്പം അദ്ദേഹം ഒറ്റപ്പെടുന്നൊരു സാഹചര്യമില്ല. പക്ഷെ അസുഖമായപ്പോൾ അവസാന സമയത്ത് കുറച്ച് ഒറ്റപ്പെടൽ, അത് അദ്ദേഹത്തിന് ചിലപ്പോൾ വലിയൊരു വിഷമം ഉണ്ടായിരിക്കും. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് കത്തുകൾ ഞാൻ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം വെറുതെ ഒപ്പിട്ടിയും തരും. ഓരോ വാക്കും വായിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ജീവിതശൈലി ഉണ്ടായിരുന്നു. അത് ബാല്യത്തിൽ ഒരു കുട്ടിയായിരിക്കുന്ന ചാണ്ടി ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ, അച്ഛനെ ആ യാത്രയൊക്കെ കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നിട്ട് പോയൊരു നിമിഷമോ, എൻ്റെ അച്ഛൻ ഇതാണല്ലേ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മൊമെൻറ്റോ അങ്ങനെ ഒന്ന് പുറത്തെടുക്കാനുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫീലിംഗ് തന്നിട്ടില്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ എന്തൊരു വലിയ സംഭവം അല്ലെങ്കിൽ ഒരു ആളാണെന്നോ. ഞങ്ങളെല്ലാം നോർമൽ ലൈഫ് എന്നുള്ളതിൽ മാത്രമേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞ് പതുക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴാണ് അതിൻ്റെ ഒരു
സ്റ്റാർഡം കുറച്ച് അങ്ങനെ പറയാം. അല്ലെങ്കിൽ അതേ ഒരു സാധാരണ ലൈഫാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു വീട്ടിൽ വരുമ്പോഴും? അദ്ദേഹം സംസാരം കുറവാണ്, വല്ല സംസാരം കുറവാണ്. ഈ വണ്ടി ഇരുന്ന് ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കുറേ കഥകൾ പറയും, അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലതും കഥകൾ പറയുന്നല്ലാതെ പൊതുവേ അദ്ദേഹം സംസാരം കുറവായിരുന്നു. അത് സംസാരം കുറവാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ വേദനിപ്പിക്കുന്ന കുറേ എപ്പിസോഡ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ വരുന്ന അധികം പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെയും അച്ഛൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേ ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എന്താണ് ഒരു എനർജി പില്ലെന്നോ? ഞാൻ പറയാം, സ്പിരിച്വാലിറ്റി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സ്പിരിച്വാലിറ്റി അത് ഓൾ എൻകംപാസിങ് ആണ്. ഇപ്പോൾ നമുക്കൊരു വിഷമം വരുമ്പോൾ, സത്യം പറഞ്ഞാൽ എൻ്റെ ഫാദറിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ അന്ന് മറുപടി പറഞ്ഞത് അയ്യപ്പനെ കോട്ട് ചെയ്തിട്ടാണ്. ബിക്കോസ് അതെനിക്കൊരു വലിയൊരു പുലിപ്പാൽ തേടിപ്പോയ അയ്യപ്പൻ്റെ കഥ പോലെ എനിക്കന്ന് ഞാൻ റെസ്പോണ്ട് ചെയ്ത് അത് കോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആത്മീയത എന്ന് പറഞ്ഞാൽ മതമില്ല, ആ ആത്മീയതയാണ് എനിക്ക് കരുത്ത് വരുന്നത്. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. ഇത് അച്ഛൻ്റെ മരണശേഷം ചാണ്ടി ഉമ്മൻ സാറ് വരുന്നുണ്ട് അതിൻ്റെ ഒരു ലെഗസിയിലേക്കെന്ന് വരുമ്പോൾ തന്നെ കുറേ കഥകൾ അവിടെ സോഷ്യൽ മീഡിയയുടെ കാലം കൂടിയാണ്. കഥകളുണ്ടായിരുന്നു. ഇപ്പോൾ അച്ചൂമ്മനാണ് വരുന്നതെന്നും ചാണ്ടി ഉമ്മനാണ് വരുന്നതെന്നും, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ അവിടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടെന്നും നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളിത് അറിയുന്നത് തന്നെ ഉണ്ടാവില്ല. അപ്പം അത്തരം ആരോപണങ്ങൾ, ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആരോപണങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിന്? അല്ല, ഒരു ഡിസ്കഷൻസ് ഒരു ആരോപണമല്ലല്ലോ. ആരോപണം ഇവിടെ 2013 തൊട്ട് എന്തൊക്കെ ആരോപണങ്ങൾ പറഞ്ഞു, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആരോപണമല്ല. അതൊക്കെ ചുമ്മാ അവർക്കൊരു രസത്തിന് വേണ്ടി അവർ പറയുന്നതല്ലാതെ അതിലൊന്നും ആരോപണമില്ല. ഇപ്പം എന്നെ വിളിച്ച് രാഹുൽജി ചോദിച്ചു, ഫാദറിന് ക്യാൻസറാണോ, ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ, മരുന്ന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ പരം എനിക്കൊരു വലിയൊരു വേദന ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അസുഖമില്ല എന്ന് ജർമ്മനിയിലെ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിയെ ഷോക്ക് ചെയ്തു. കാരണം ഒരസുഖം ഇല്ല എന്നൊരു ഡോക്ടർ പറഞ്ഞിട്ടും വൈ ആർ ദേ സ്പ്രെഡിങ് ദിസ് ലൈസ്. അപ്പം അദ്ദേഹത്തിനപ്പം ഒരു ഷോക്കായിരുന്നു എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞു. കാരണം അല്ലാതെ ഒരു മകനെ എന്തിനാ അങ്ങനെ പറയണേ. അപ്പം ഇതൊന്നും ആരോപണമല്ല, അതൊക്കെ ഒരു ആരോപണം. ഇതിങ്ങനെ ചുമ്മാ ആൾക്കാർക്ക് സന്തോഷത്തിന് വേണ്ടി പറയുന്നു. പക്ഷേ ഇപ്പം ഫാദറിനെ കൊല്ലാൻ ശ്രമിക്കുന്നു പറയുന്നതൊക്കെ ഒരു ഇറ്റ്സ് ബിയോണ്ട്, എന്താ പറയുക, ബിലോ ദ ബെൽറ്റ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ബിലോ ഓൾ സിവിലൈസ്ഡ് മാനേഴ്സ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അക്കാര്യത്തിൽ. ഈ സോഷ്യൽ മീഡിയയുടെ കാലം കൂടിയാണ്. ചോദിക്കട്ടെ, ഒരു PR വർക്ക് ഒരു സൈഡിൽ വേണം, അതുപോലെ തന്നെ കുറേ ഇതുപോലുള്ള നുണ കഥകൾ വേഗം പടരുകയും ചെയ്യും, അത് റീൽസായിട്ടും സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ഒക്കെ. അപ്പോൾ ഇത്തരം സൈബർ ബുള്ളിങ്സ് വരുമ്പോൾ, സൈബർ അറ്റാക്സ് വരുമ്പോൾ അതിനെങ്ങനെ നേരിടണം, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ട കാര്യമില്ല. നമ്മളതിനെ ഇഗ്നോർ ചെയ്യാൻ വഴിയുള്ളൂ. വൈ ഷുഡ് യു ഗിവ് യുവർ പീസ് ഓഫ് മൈൻഡ് ടു ദം വെൻ യു നോ ദ ട്രൂത്ത്, വെൻ വാട്ട് ഇസ് ദ ട്രൂത്ത്, എവരിവൺ നോസ്. യു ഡോണ്ട് ഹാവ് ടു ബോദർ. പക്ഷെ നമ്മളൊരു ഹ്യൂമൻ ബീങ്സ് ആയിരിക്കുമ്പോൾ അത് അത്രമേൽ സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം. സ്പിരിച്വാലിറ്റി അവിടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സ്പിരിച്വാലിറ്റി ഈസ് എസെൻഷ്യൽ എന്നുള്ളത് നമുക്ക് എന്നെ കഴിഞ്ഞ ഒരു 10-12 വർഷത്തെ അനുഭവം പഠിപ്പിച്ചതാണ്. അത് മാത്രമല്ല, എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ മദർ വളർത്തിയതും ആ ഒരു ബാക്ക്ഗ്രൗണ്ടില്ല. പക്ഷേ എൻ്റെ സ്പിരിച്വാലിറ്റി പക്ഷേ ഇറ്റ്സ് ഓൾ എൻകംപാസിങ് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് കാലങ്ങളാകുന്നതേ ഉള്ളൂ, വലിയൊരു ക്യാൻവാസ് എടുത്താൽ ഇപ്പോൾ കുറച്ച് കാലമാകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇത്ര നാളിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം? അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഈ ഓർമ്മയാണ് ഞാൻ പുറകെ പിടിക്കുന്നതെന്നോ, അല്ല എനിക്കിതൊരു വലിയ അനുഭവമായിരുന്നു എന്നോ പറയാൻ പറ്റുന്ന ഒരു കാര്യം? കഴിഞ്ഞ 2 വർഷം നോക്കുവാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരു കുട്ടിയെ ഒരു അംഗനവാടിയുടെ ഒരു പരിപാടിക്കായിട്ട് ഞാനൊരു അംഗനവാടി ചെന്നു, ഒരു സ്കൂളിൽ ചെന്നു. സ്കൂളിലെ പരിപാടി, അംഗനവാടിയല്ല. അപ്പോൾ ആ കുട്ടി, ഞാനിങ്ങനെ ഇറങ്ങാൻ നേരത്ത് ആ കുട്ടിയെ ഞാനൊന്ന് എടുത്തിങ്ങനെ, ഞാൻ കുട്ടികളുടെ അടുത്ത് ചിലപ്പോൾ എടുത്തെടുക്കുക. അപ്പോൾ എറിയുന്നതിന് മുമ്പ് കുട്ടി ഉമ്മൻചാണ്ടി സാർ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടത്തിലുണ്ടെന്ന്. അപ്പോൾ അത് കാരണം ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ പോലും അദ്ദേഹം മരിച്ചിട്ട് 2 വർഷം ആവുന്ന സമയമാണ്. ആ 2 വർഷമാകുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ ഓർക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം വലിയവരാണെങ്കിലൊക്കെ
ഒരു കൊച്ചുകുട്ടി പോലും കൂടി ഓർക്കുമ്പോൾ അതിൽ പരം ഒരു ഒരു സ്നേഹം ഒരു നാടിന് കൊടുക്കാൻ പറ്റില്ല. കാരണം പേരൻസ് കൊടുക്കുന്ന അല്ലെ പറഞ്ഞു കൊടുക്കുന്നതാണ് ആ കുട്ടിയുടെ മനസ്സിലുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു ഭാഗ്യം എനിക്ക് ആ നാട്ടിലുണ്ട്, ഈ കേരളത്തിലുമുണ്ട്. അത് തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്ത ഒരു ജീവിതത്തിന് അവസാനം വരെ എനിക്ക് കടപ്പാടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അതുപോലെ തന്നെ ചാണ്ടിയുമ്മൻ സാറിനെ അച്ഛനേക്കാൾ ഉപരി അല്ലെങ്കിൽ അച്ഛനോളം തന്നെ ഈ രാഷ്ട്രീയക്കാരനാവണം അല്ലെങ്കിൽ പൊതുപ്രവർത്തകനാവണമെന്ന് ഒരു മോഹം ഉദിച്ചിട്ടുള്ളത് എനിക്കൊന്ന് രാജീവ് ഗാന്ധിയാണെന്നല്ലേ. എങ്ങനെയായിരുന്നു ഈ രാജീവ് ഗാന്ധിയുടെ സ്വാധീനം ജീവിതത്തിൽ? അല്ല, രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ചെറുപ്പം തൊട്ടേ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇഷ്ടം കൊണ്ടുകൊണ്ടായിരിക്കാം എൻ്റെ സ്കൂൾ അഡ്രസ്സ് വെച്ച് അദ്ദേഹത്തിന് ഒരു കത്തയച്ചു. അതായത് എലക്ഷൻ വിഷസ് എന്ന് പറഞ്ഞ് ജയിക്കുന്ന ആശംസ പറഞ്ഞ് 90-ലോ 89-ലോ ആയിരിക്കും, ആ സമയത്തായിരിക്കും. അതിന് അതിന് മുമ്പത്തെ ഇലക്ഷൻ ആവാൻ വഴിയില്ല, ആ സമയത്തായിരിക്കും. അപ്പോൾ ആ കത്ത് എനിക്ക് മറുപടി വന്നു ഒരാഴ്ചക്കുള്ളിൽ, സ്കൂൾ അഡ്രസ്സ് വെച്ചിട്ട്. ലോയോളയിൽ അല്ല, ഞാനന്ന് കാർമല്ല. അപ്പോൾ എൻ്റെ സ്കൂൾ അഡ്രസ്സ് തിരിച്ചു വന്നു. ചിലപ്പോൾ അവിടുത്തെ മലയാളികൾ നോട്ട് ചെയ്തായിരിക്കും, എന്തായാലും വന്നു, ഒരാഴ്ചക്കുള്ളിൽ വന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഈസ്റ്ററിന് കത്തയച്ചു. ഒരു നമുക്കാർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് പോലും പല കത്തുകൾക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ ആ പ്രധാനമന്ത്രി സ്ഥാനത്ത് അല്ലെങ്കിൽ അതിന് തുല്യമായി നിൽക്കുമ്പോൾ ഒരു കത്തിന് മറുപടി തരുന്നു. ആ മറുപടി കത്തിന് ശേഷം ഇത് ഓർത്ത് വെച്ച് ഒരു ഈസ്റ്റർ ആശംസ അയക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുമാത്രം കൺസേൺ ഒരാളെ പറ്റിയുണ്ട്. ഒരു കുട്ടി എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ഇമ്പാക്റ്റ്. പക്ഷെ അടുത്ത ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണമാണ്. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഫാദറിനെയും മദറിനെ കാട്ടി ഒരു സ്റ്റെപ്പ് എബോവ് പ്ലേസ് ചെയ്ത ആളാണ് രാജീവ് ഗാന്ധി. അപ്പം അദ്ദേഹത്തിൻ്റെ മരണം എനിക്ക് ഒരു ഷോക്കായിരുന്നു. അതുപോലെ കേട്ടിട്ടുണ്ട്, ഈ ഡൽഹിയിലേക്ക് പോകുമ്പോഴും മനസ്സിലുണ്ടായിരുന്നു അല്ലേ രാജീവ് ഗാന്ധി ഉള്ള സ്ഥലത്തേക്കാണ് ഞാൻ പഠിക്കാം. ആ കോളേജ് ഓർമ്മകളൊന്നും പങ്കുവയ്ക്കാം. അത് എനിക്ക് പേരൻസിനെ വിട്ടു പോകുന്ന ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഞാൻ വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പം ഇവരൊരിക്കൽ ക്യുവൈറ്റിൽ പോയി കഴിഞ്ഞ് പിന്നെ ഞാനിവിടുന്ന് ഫോൺ വിളി തുടങ്ങി. അപ്പോൾ അവർക്ക് തോന്നി ഇനി അടുത്ത പ്രാവശ്യം ഇവരെ കൊണ്ടുപോയില്ലെങ്കിൽ ഫോൺ ബില്ല് അതിനെക്കാട്ടി അപ്പോൾ എനിക്ക് വീട് വിട്ടു പോകുന്ന ഒട്ടും ഇഷ്ടമുള്ള ഒരാളല്ല. പിന്നെ എൻ്റെ പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സെൻറ്റ് സ്റ്റീഫൻസ്, അപ്പോഴാണ് ഞാനിതിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെ പോയപ്പോഴും എൻ്റെ ആഗ്രഹം ഡൽഹി പോകുന്നതിൻ്റെ മറ്റൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണെന്നുള്ളത്. എൻ്റെ ഫാദർ 94-ൽ അവിടെ കൊണ്ടുപോയായിരുന്നു. അപ്പം ഇത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു പ്രോമിസ് വന്നിരുന്നു, 3 പ്രോമിസിൽ ഒരു പ്രോമിസ് അവിടെ കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ 94-ൽ എന്നെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ കോളേജ് പിന്നെ നമുക്ക് ചില പരിമിതികളോട് വന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ എന്താ പറയുക, ചില ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് നമ്മുടെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്തു. എങ്ങനെയായിരിക്കും സെൻറ്റ് സ്റ്റീഫൻസ് കാലം ഇന്നത്തെ ചാണ്ടിയുമ്മനെ മോൾഡ് ചെയ്തിട്ടുണ്ടാവുക ചോദിച്ചാൽ എന്തായാലും? സെൻറ്റ് സ്റ്റീഫൻസിലെ സ്റ്റുഡൻസ് യൂണിയൻ പ്രവർത്തനമാണ് എന്നെ MLA ആക്കുവാനും സഹായിച്ചിരിക്കുന്നത്. കാരണം അന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുള്ള സാഹചര്യം, മനസ്സിലാക്കുവാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് അവിടുന്ന് യൂണിയൻ പ്രവർത്തനത്തിലെ ആദ്യ സെക്രട്ടറിയായി, പിന്നീട് അടുത്ത വർഷം ചെയർമാനായി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. യൂണിറ്റിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട. അന്നും ഞാനൊരാൾക്കെതിരെ നെഗറ്റീവ് ക്യാമ്പയിനിങ് നടത്തിയിട്ടില്ല, അന്നും നടത്തിയിട്ടില്ല, ഇന്നും നടത്തിയിട്ടില്ല. എൻ്റെ ഇലക്ഷൻ ഒരിക്കലും ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുവാൻ, അതിന് ബേസ് ഇടുവാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് സഹായിച്ചിട്ടുണ്ട്. പ്രസിഡൻറ്റ് ആവണമെന്നുള്ള ആഗ്രഹം പ്രത്യേകിച്ച് ശശി തരൂർ അവിടുത്തെ പ്രസിഡൻ്റ് ആയിരുന്നുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഇരുന്നൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ വാല്യുബിളായ പ്രിവിലേജാണ്. അങ്ങനെ ഒരാഗ്രഹം. പക്ഷേ കുട്ടികളും എന്നോടൊപ്പം നിന്നു. അങ്ങനെ ഒരു അവസരം കിട്ടി. പിന്നെ അത് അവിടെ പല പരിപാടികൾ സംഘടിപ്പിക്കുവാനൊക്കെ അവിടുത്തെ ഒരു സ്ട്രൈക്ക്, ഞാൻ അവിടെ മെസ്സേജസ് കൂട്ടിയപ്പോൾ ഒരു സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് അവിടുത്തെ അധ്യാപകർ പറഞ്ഞൊരു നക്സൽ സമയത്തിന് ശേഷം ഇപ്പോഴാണ് സ്ട്രൈക്ക് നടക്കുന്നത് പറഞ്ഞു. അങ്ങനെ ഒരു ഒഫീഷ്യൽ ലെവലിൽ നമുക്ക് സ്ട്രൈക്ക് തന്നെ നടത്തുവാൻ സാധിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ ആഗ്രഹമുണ്ട് അറിയാൻ. കേരളത്തിലെ CMൻ്റെ മകനാണ്. അപ്പോൾ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫായിരുന്നു, സാധാ ഹോസ്റ്റൽ ലൈഫും ഫുഡും ഒക്കെ ആയിരുന്നു. CMൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നും ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു അവിടെയും. നമുക്ക് ഹോസ്റ്റലിലും
നമുക്കൊരു പ്രിവിലേജും അതിൻ്റേതായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ പ്രിവിലേജ് ഇദ്ദേഹം സമ്മതിക്കത്തുമില്ല. അതിൻ്റെ അങ്ങനെ ഒരു ഫാക്ട് കൂടെ ഉണ്ട്. നമുക്കുള്ള സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അതുപോലെ പൊതുപ്രവർത്തകരാവാൻ രാജീവ് ഗാന്ധിയെ പോലെ തന്നെ ഈ പ്രണബ് റോയുടെ TV ഷോസ് കാണുന്നത് വലിയ പ്രചോദനമാണെന്ന് കേട്ടു. അതെ, ഞാൻ വേൾഡ് ദിസ് വീക്ക് എനിക്കൊരു NDTVക്ക് മുന്നേ NDTVക്ക് മുന്നേ അത് ദൂരദർശനിലുണ്ട സമയമാണ്. ദൂരദർശനിലെ 90s ഈ NDTV എന്ന് തന്നെ അന്നും അറിയപ്പെടുന്നത്, ഒരു ചാനലായിട്ടില്ല. അപ്പോൾ അവരൊരു ഷോ നടത്തുമായിരുന്നു. ഫ്രൈഡേ ആണോ ഡോണ്ട് മാതിരി. ബട്ട് അപ്പം ചെറുപ്പം തൊട്ട് ഞാനത് ഒരു വേൾഡ് പൊളിറ്റിക്സിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്നത്. കാരണം അന്ന് വേൾഡ് മറ്റേ ഇറാഖ് വാർ വരുന്നൊരു സമയം, അതുപോലെ തന്നെ വേൾഡിലെ പല ഡെവലപ്മെൻറ്റ്സ് നമുക്ക് ഇപ്പം ഞാനന്ന് തൊട്ട് വേൾഡ് പൊളിറ്റിക്സും അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സും കീനായിട്ട് ചെറുപ്പം തൊട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ചില ഇഷ്ടങ്ങളെ പറ്റിയും കാഴ്ചപ്പാടുകളെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. ഒന്ന്, വായന എത്രത്തോളാണ്, എങ്ങനെയാണ് അത് ഒരു ലൈഫിനെ കാഴ്ചപ്പാടിനെയൊക്കെ മോൾഡ് ചെയ്തിട്ടുള്ളത്? വായന, ഞാൻ സ്പിരിച്വൽ ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എനിക്കിഷ്ടമാണ്, ഹിസ്റ്ററി ഇഷ്ടമാണ്. അപ്പം ഇതാണ് കൂടുതൽ ഫോക്കസ്. ഇപ്പം ഭഗവത്ഗീതയെ പറ്റിയൊരു ബുക്ക് ഞാനിപ്പോൾ ഇടയ്ക്ക് മൊത്തം വായിക്കാൻ പറ്റില്ല, പക്ഷേ കുറച്ചൊക്കെ വായിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി മറ്റൊരു ബുക്ക്, അതെനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലാണെന്ന് തോന്നുന്നത്. അത് പക്ഷേ ഒരു വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ചുമ്മാ ഞാൻ വായിച്ചു. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഇതേപോലെ ഉള്ള ബുക്സ്. പിന്നെ എന്നെ സഹായിച്ചിട്ടുള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ 7 Habits of Highly Effective People, സ്റ്റീവൻ കോയി. അത് എല്ലാവരും വായിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ കഥ, അതിനകത്തൊരു ഓസ്ട്രിയൻ പ്രൊഫസർ നാസി ക്യാമ്പിലാണ്. അയാൾ പക്ഷേ സ്വന്തം ഇമാജിനേഷൻ കൊണ്ട് ചുറ്റുമുള്ളവർ മരിക്കുമ്പോഴും ഹി വാസ് ഹോൾഡിങ് ഫ്രീഡം ടു ഹിംസെൽഫ്. എൻ്റെ പുറത്ത് കുറേ സ്വാതന്ത്ര്യം കാണും, പക്ഷേ അകത്ത് ഞാൻ സ്വതന്ത്രനാണ്. അപ്പോൾ എൻ്റെ റെസ്പോൺസാണ് ഇമ്പോർട്ടൻറ്റ് റാദർ ദാൻ വാട്ട് ഹാപ്പൻസ് ടു മീ എന്നുള്ളത്. അപ്പം അതിനെ ബേസ് ചെയ്ത് പുള്ളി തിരിച്ചു വരുന്നുണ്ട്. പുള്ളി പോയി ഓസ്ട്രേലിയ തൻ്റെ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, അത് ഗാന്ധിയുടെ റെസ്പോൺസ് നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധി പറയുന്നുണ്ട്, യു മേ ഹാവ് മൈ ഡെഡ് ബോഡി ബട്ട് നോട്ട് മൈ വിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കറിയാം, ഒരു 2013 മുതൽ വലിയ ഒരു വേട്ടയാടൽ വി ഹാഡ് ടു അണ്ടർഗോ. സോ അന്ന് എന്നെ പിടിച്ചു നിർത്തിയ ഇതാണ്, ഈ വാക്കുകളാണല്ലേ. അപ്പം ആ ബുക്ക് ഇപ്പം വളരെ ഇങ്ങനെയുള്ള ഹാബിറ്റ് ഫോമിങ് ബുക്സും നമുക്ക് വായിക്കാൻ സാധിക്കണം. അപ്പോൾ നമുക്കതിനെ നമ്മുടെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അതുപോലെ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. അതായത് പലരും പറയാറുണ്ട്, ഇപ്പോൾ എനിക്കൊരു ഊന്നുവടിയാണ് വിശ്വാസം എന്ന് പറയാറുണ്ട്. ചിലർക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല, ഞാനായി ജീവിക്കുകയാണെന്ന് പറയാറുണ്ട്. ചിലർ സംശയമാണ്, വിശ്വാസം വേണോ വേണ്ടെന്ന് സംശയത്തിലാവുന്ന മനുഷ്യരുണ്ട്. ഫോർ ചാണ്ടി ഉമ്മൻ എന്താണ് വിശ്വാസം, എങ്ങനെയാണ് അത് ക്യാരി ചെയ്യുന്നത്? അല്ലെ, എന്നെ സംബന്ധിച്ച് എല്ലാവരും ഏത് മതവും ഒന്നാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനുള്ളത്. ബിക്കോസ് ഞാനിപ്പം സർവ്വമത സമ്മേളനം നടത്തുവാനുള്ള അവസരം വത്തിക്കാനിൽ വെച്ച് നടത്തുവാൻ എനിക്ക് അവസരം ലഭിച്ചു. നമ്മളതിന് ലീഡർഷിപ്പ് കൊടുത്തു. അതിനുശേഷം മോസ്കോയിൽ വെച്ച ഒരു സർവ്വമത സമ്മേളനത്തിൻ്റെ ഒരു പാർട്ട് നടത്താൻ സാധിച്ചു. അങ്ങനെ അവിടെ നടത്തിക്കൊണ്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി, ബ്രിക്സിൽ പോയി പങ്കെടുക്കാനുള്ള അവസരം. ആയുർവേദത്തെക്കുറിച്ച് പറയാനുള്ള അവസരം ലഭിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കുക, എനിക്കൊരു വേൾഡ് പൊളിറ്റിക്സിലൊരു ഇൻട്രസ്റ്റ് ഉള്ളത്, എനിക്ക് അതങ്ങനെ ഒരു അവസരം ഈശ്വരൻ തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ആ സർവ്വമത സമ്മേളനമാണ് എനിക്കതിന് കരുത്ത് പകർന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ പോകേണ്ട കാര്യമില്ല, ഇവരെ പരിചയപ്പെടേണ്ട കാര്യമില്ല, എനിക്കിവിടെ പോകാനും പറ്റില്ല. അപ്പം ദർ ഇസ് എ സ്പിരിച്വൽ എലിമെൻറ്റ് ഇൻ ദിസ് വേൾഡ് ദാറ്റ് ഇസ് സെയിം ഫോർ ഓൾ. അത് എൻ്റെ വിശ്വാസമാണ്. ഐ ഡോണ്ട് വോണ്ട് ടു സൂപ്പർ ഇമ്പോസ് ഓൺ എനി വൺ, ബട്ട് എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. പലരും പല രീതിയിൽ പ്രാർത്ഥിക്കുന്നു, ഭാഷാ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ തുടർച്ചയായി ചോദിക്കുകയാണെ, അച്ഛൻ്റെയും അമ്മയുടെയും വിശ്വാസങ്ങൾ, അമ്മ വളരെ സ്പിരിച്വലായിട്ടൊരു പേഴ്സണാണ്, അച്ഛൻ അത്ര കണ്ടല്ല, അച്ഛനെ നിർബന്ധിച്ചാണ് പള്ളിയിലേക്ക് കൊണ്ടുവന്ന കഥയൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങളെ എങ്ങനെയാണ് ഈ കുട്ടി എന്ന നിലയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ചെറുപ്പത്തിൽ വലിയ വിശ്വാസിയാണ്. പിന്നെ
ഇതിൽ കൂടുതൽ വിശ്വാസം വെച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസം എവിടെയാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്? ജനങ്ങൾക്ക് സേവ ചെയ്യാന്നുള്ളതാണ് അദ്ദേഹത്തിന്. അതാണ് മാനവ സേവയാണ് തിരിച്ചും. സോ നമ്മുടെ വിശ്വാസം, നമ്മൾ പ്രാർത്ഥിക്കുന്നതോ നമ്മൾ കൂടുതൽ അവരെല്ലാം പോകണ്ടെന്നല്ല, അതിൻ്റെ അപ്പുറം അത് റിയാലിറ്റിക്ക് കൊണ്ടുവരുന്നതിലാണ് നമ്മുടെ വിജയം. ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സംസാരിക്കുന്നത് വേണ്ട, ആവശ്യമുള്ളത് മതി, യു ഹാവ് ടു ആക്ട് എന്നുള്ളത്. അപ്പോൾ ആക്ഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുക, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. ഹീ ഈസ് ഓൾസോ ലൈക്ക് എനിവൺ എൽസ്. ബട്ട് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് വെച്ചാൽ എത്ര ഒരാളെ പോലും കരുതാതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്, ആരെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ. അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഞങ്ങളെ കാട്ടിയൊക്കെ വലിയ വിശ്വാസം അതാണ്. വായന, വിശ്വാസം, അതുപോലെ തന്നെയാണ് യാത്രകൾ വളരെ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. ആ യാത്രകൾ എങ്ങനെയാണ്? യാത്ര എനിക്കിഷ്ടമാണ്, പക്ഷേ ചിലപ്പോൾ ചില യാത്രകൾ വേണമെന്ന് ഞാൻ തന്നെ ആലോചിക്കും. പക്ഷേ നമ്മളത് പോയാൽ മാത്രമേ നമുക്ക് ആ ദൗത്യം തീർക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം യാത്രകൾ റെസ്പോൺസിബിലിറ്റിയോടെ പോകുമ്പോൾ അതിന് ചില പ്രശ്നങ്ങളുണ്ട്, അത് പൂർത്തിയാക്കണം. അതല്ലാത്തപ്പോൾ നമ്മളത്രയും അങ്ങനെ യാത്ര ഇഷ്ടമായതുകൂടി കൊണ്ടാണ് ഞാൻ ഭാരത് ജോഡോ യാത്രയിൽ കന്യാകുമാരി തൊട്ട് കശ്മീർ വരെ നടക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പം അങ്ങനെ എനിക്ക് വലിയ യാത്രകൾ ഇഷ്ടമാണ് ഈ കാര്യത്തിൽ. ഞാൻ ഗാന്ധിജിയെ കുറിച്ചിട്ട് ഒരു കഥ വായിച്ച് കേട്ടിട്ടുണ്ട്. അതായത് ഗാന്ധിജി ഇങ്ങനെ വല്ലാതെ പുറത്തേക്ക് സേവനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഏട്ടനൊരു കത്ത് എഴുതി, നീ ആദ്യം നിൻ്റെ കുടുംബത്തെ ഒന്ന് നോക്കൂ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ പറഞ്ഞില്ല, ഏട്ടാ കുടുംബത്തിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വലുതാക്കിയാൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ അർത്ഥം പിടികിട്ടുമെന്ന്. ഈ കുടുംബവും വ്യക്തിജീവിതവും പൊതുജീവിതവും അതെങ്ങനെയാണ്, അതിൻ്റെ മാർജിൻ എവിടെയാണുള്ളത്? അങ്ങനെ ഒരു മാർജിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്, ആവശ്യമില്ലെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുക. ബിക്കോസ് നമ്മൾ തന്നെ ചെറുപ്പത്തിൽ ഒരു പ്ലഡ്ജ് എടുത്തിട്ടുണ്ട്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ തന്നെ ദേ ബിക്കം എ ഫാമിലി. അപ്പം അതൊന്നും പ്രാക്ടിക്കലായി എത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ശ്രമിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാമെന്ന് ചെയ്യുക എന്നുള്ളതാണ് അതിപ്പോൾ ആരെയാണെങ്കിലും നമ്മളെ അപ്രോച്ച് ചെയ്ത് വരുന്ന ഒരാളെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ. നമുക്ക് ഇപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പരിമിതിക്കുള്ളത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ്, ഈ ഒരു ഫാമിലി എന്നൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു രോഗവും അതിനെപ്പറ്റി പറഞ്ഞുണ്ടാക്കിയ ഗോസിപ്സും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ പൊതുപ്രവർത്തനത്തിൽ നമുക്ക് അനുഭവമായി മാറിയതായിരിക്കാം. ഇങ്ങനെ ഒരു മറക്കാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടോ? വേദനിപ്പിക്കുന്ന മൊമെൻറ്റുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ നമ്മളതിലേക്ക് ഹോൾഡ് ചെയ്യുന്നില്ല, പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ റിക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടിയുണ്ട്. നമുക്ക് റിക്കൺസൈൽ ചെയ്യാം. ബിക്കോസ് അവർ തെറ്റ് ചെയ്തു, ഓക്കെ, ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു, നമുക്ക് മുന്നോട്ട് പോകണം. ബിക്കോസ് വേ ഫോർവേഡ് എന്നുള്ളതാണ് നമുക്ക് ഇനിയുള്ളത്. കാരണം നൈദർ ഷുഡ് ബി വേസ്റ്റ് ടൈം ഓൺ ഇറ്റ്. നമ്മളെ അവരെ ജഡ്ജ് ചെയ്ത് നമ്മുടെ സമയം കളയണ്ട. അപ്പം നമ്മുടെ കാര്യം ചെയ്യുക. എന്താണ് ചെയ്യാനുള്ളത്, എൻ്റെ ഡ്യൂട്ടി എന്താ, വാട്ട് ഐ എം എ ഗുഡ് അറ്റ്, വാട്ട് ദ സൊസൈറ്റി വോൺസ്. ഇക്കിഗായി എന്ന് പറഞ്ഞ സ്പിരിറ്റ് നോക്കുവാണെങ്കിൽ അതായിരിക്കും ഐ വുഡ് ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ ഈ ഒരു മോഡിലേക്ക് എത്തുവാൻ ഇപ്പം ചില നഷ്ടങ്ങൾ അനിവാര്യമാണ്. ഇക്കിഗായിയെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയട്ടെ, ഇടയ്ക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷനൊക്കെ പോയിരുന്നു അല്ലേ? ഈ യഥാർത്ഥത്തിലുള്ള ഒരു പാഷൻ, റിയൽ പാഷൻ പൊതുപ്രവർത്തനത്തിൽ തന്നെയാണോ, അതോ ഇൻ്റർനാഷണൽ അഫയേഴ്സൊക്കെ പഠിച്ചൊരു IFS ഓഫീസർ ആവുക എന്നൊക്കെ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിരുന്നു? അല്ല, എനിക്ക് ഇൻ്റർനാഷണൽ അഫയേഴ്സ് എന്നും ഇഷ്ടമാണ്. അത് ഇപ്പോഴും ഇഷ്ടമാണ്, അത് നാളെ ഇഷ്ടം അങ്ങനെ ആയിരിക്കും. കാരണം എൻ്റെ ചെറുപ്പത്തിൽ തന്നെയുള്ള ഇഷ്ടമാണ്. പക്ഷേ അതേപോലെ തന്നെ പൊളിറ്റിക്സ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി എൻ്റെ ഫാദറുമാണ്. അപ്പോൾ അത് എക്കാലവും എൻ്റെ അടുത്ത് നിൽക്കും. അവർ രണ്ടുപേരും പൊതുപ്രവർത്തകരാണ്. ഒരാൾ സ്വന്തം ജീവിതം ബലിയർപ്പിച്ച ഈ രക്തസാക്ഷിയായ ആളാണ്, മറ്റൊരാൾ ജീവിതകാലം മുഴുവൻ ജനങ്ങളോടൊപ്പം ജീവിച്ച ആളാണ്. അപ്പോൾ മരിക്കുന്ന സമയത്ത് പോലും ജനങ്ങളോടൊപ്പമാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരുമാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ പൊതുപ്രവർത്തനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അന്ന് ഞാനൊരു എന്താ പറയുക, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഐ വോണ്ടഡ് ടു കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി എന്ന്. ഇപ്പോൾ ഞാനിന്ന് MLA ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ, ഇഫ് ഐ വോണ്ടഡ് ടു ഡു സംതിങ് ഫോർ മൈ കൺട്രി, ഫോർ മൈ പീപ്പിൾ എന്നുള്ളത് ഒരു ആസ്പെക്റ്റ് വെച്ചിട്ടാണ് ഞാനതിന് പോയത്. ഇപ്പോൾ അത് പൊളിറ്റിക്സിൽ നിന്ന് മാറാൻ വേണ്ടിയല്ല, ഐ വോണ്ടഡ് ടു ഡു സംതിങ് ഫോർ സൊസൈറ്റി. അത് എനിക്കുള്ള പൊട്ടൻഷ്യൽ ഞാൻ വെറുതെ ഐഡിയലാക്കുന്നു എന്നൊരു ഫീലിംഗ് കൊണ്ടാണ് ഐ വെൻറ്റ് ഫോർ ഇറ്റ്.
അതുപോലെ തന്നെ ചടിയ മനസ്സിനെ നോക്കുമ്പോഴേ എപ്പോഴും ഈ രാജ്യം എന്നുള്ള ഒരു വികാരം അത് കേവലം ഒരു ദേശീയ വികാരമല്ല, ഇന്ത്യ എന്നുള്ള ഒരു വികാരം ഒരു സംസ്കാരം എന്ന നിലയ്ക്ക് തന്നെ അതേപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ചോദിക്കട്ടെ, ഫോർ യു വാട്ട് ഇസ് ഇന്ത്യ, അതിൻ്റെ ഒരു കൾച്ചർ എന്തെന്നാണ് കണക്കാക്കുന്നത്? ഞാനിന്ന് മരിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഏക ഖേദം എൻ്റെ രാജ്യം വിട്ടു പോകുന്നു എന്നുള്ളതായിരിക്കും. ദാറ്റ് ഈസ് മൈ ലവ് ഫോർ മൈ കൺട്രി. ആ ഇഷ്ടം ഒരു സാംസ്കാരിക തലത്തിലാണോ, അല്ലെങ്കിൽ ഈ ധനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നതാണോ? അല്ല, അത് ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല, ഒരു രാജ്യത്ത് അങ്ങോട്ട് കയറി ഭരണം സ്ഥാപിച്ചിട്ടില്ല. വന്നവരെല്ലാം സ്വീകരിച്ചു, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും സ്വീകരിച്ചു. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇവിടെ ആയുർവേദം ഉണ്ടായത്, അതുകൊണ്ടാണ് ഇവിടെ യോഗ ഉണ്ടായത്, അതുകൊണ്ടാണ് ഈ നാടിന് സർവ്വലോകവും സുഖമായിരിക്കണമെന്ന് ചിന്ത വരുന്നത്. ഇപ്പം ഞാൻ മാത്രം നന്നായാൽ പോരാ. ഇപ്പം പല രാജ്യങ്ങളും പറയുന്നുണ്ട് ഞങ്ങളാണ് ഹെവൻ, ഞങ്ങളുടെ രാജാവാണ് ദൈവം. പക്ഷെ ഇവിടെ ഉള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലവരുണ്ട്, ഇവിടെ ഹെവനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിന് ചുറ്റുമുള്ള എല്ലാവരും സുഖമായിരിക്കണം, ഞാൻ മാത്രം പോരാ. മാത്രമല്ല വരുന്നവരെല്ലാം ദൈവമാണ്. അത് ആർക്ക് പറയാൻ സാധിക്കും? ദൈവത്തെ തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ ലോകാസമസ്ത സുഖിനോ ഭവന്തു പറയാൻ പറ്റുള്ളൂ. അതിഥി ദേവോ ഭവോ എന്ന് പറയുന്നതും അതിഥിയിൽ ദൈവത്തെ കാണുന്നുകൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമാണിത്. അങ്ങനെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളോട് ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു ത്രെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയമുണ്ടോ ഈ കുറേ നാളുകൂടി കഴിയുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട സംഗതി നഷ്ടപ്പെട്ടു പോകുമെന്നോ? അങ്ങനെ ഒരു ഭയം എന്തിലെങ്കിലും ഉണ്ടോ ഈ രാജ്യത്തെ സംബന്ധിച്ച്? ചില ത്രെറ്റ്സ് ഉണ്ട്. അത് പൊളിറ്റിക്കലായിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിലുണ്ട്, നമ്മുടെ ഒരു ഒരുമയെ ബാധിക്കുന്ന പല കാര്യങ്ങളും ഇന്നുമുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. കാരണം ഇത്രയും നാൾ ഈ സംസ്കാരം നിലനിന്നില്ലേ, ആ സംസ്കാരം ഇനി നിന്നോളൂ, ഭയപ്പെടുത്തുന്നില്ല. ആരുടെ സഹായം ആവശ്യമില്ല. ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് ഡീലിംഗ് വിത്ത് തിങ്സ്. അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഒരു ത്രെട്ട്, അല്ലെങ്കിൽ ഇനി വരാൻ ഇന്ത്യ പ്രിക്കോഷൻ എടുക്കേണ്ട ഒരു ത്രെട്ട് എന്താ ചോദിച്ചാൽ, ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ താല്പര്യമുള്ള ഒരു പൊളിറ്റീഷ്യനോടാണ് ചോദിക്കുന്നത്, എന്തായിരിക്കും? ഇന്ത്യക്ക് ചുറ്റും ഒരു ആക്സസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെ പലപ്പോഴും തോന്നാറുണ്ട്. ചില പോർട്സുകളൊക്കെ നമ്മളിപ്പോൾ സ്പെസിഫിക്കായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ചില ആപത്തുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. വി ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ്. നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അത് ഉണ്ടാകാൻ പാടില്ല. സോ വി ഷുഡ് ബി അവെയർ, അവർ സ്റ്റുഡൻസ് ആൻഡ് യങ് ജനറേഷൻ ഷുഡ് ബി അവെയർ ഓഫ് പൊളിറ്റിക്സ്. അവർ പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ അറ്റൻഷൻ ഉണ്ടാവണം, പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് ആവണം. പക്ഷേ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കാണുന്നില്ല. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. വിദേശ രാജ്യങ്ങളുടെ ആയിട്ടുള്ള ബന്ധത്തിലും നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഒരു എന്താ പറയുക, ഡീപൊളിറ്റിസൈസ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷേ ഒരു നോൺ പൊളിറ്റിക്കൽ അപ്രോച്ചാണ് പല കാര്യങ്ങളിലുള്ളത്. അപ്പോൾ അത് ഒരു മാറ്റം അനിവാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മൾ നേരിടുന്ന ത്രെറ്റ്സിനെ നമുക്ക് മറികടക്കാൻ സാധിക്കത്തുള്ളൂ. അതിന് കോളേജ് തലത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണോ പരിഹാരം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ? കോളേജ് തലത്തിൽ രാഷ്ട്രീയം വേണം. അത് ഈ കേരളത്തിലുണ്ട്. പക്ഷേ കേരളത്തിലൊരു പ്രശ്നം വെച്ചാൽ ഒരു എക്സ്ട്രീം തലത്തിലേക്ക് പോവുകയാണ്, അതിനെ വേറൊരു തലത്തിൽ കൊണ്ടുപോകുന്നു, അതിന് ആക്രമണം വരുന്നു. അത് അനിവാര്യതയല്ല. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അവിടെ പൊളിറ്റിക്സേ ഇല്ല. പൊളിറ്റിക്കൽ നോളജ് അനിവാര്യമാണ്, അത് വളരെ അനിവാര്യമാണ്. അത് കേരളത്തിലുള്ള അത്ര മറ്റൊരു സ്ഥലത്തും ഇല്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ വേറൊരു എക്സ്ട്രീമിലേക്ക് രാഷ്ട്രീയം കൊണ്ടുപോകുന്നു ചിലർ. മറ്റുള്ള സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ അവബോധമില്ലാത്തൊരു സാഹചര്യം ഞാൻ കാണുന്നുണ്ട്. അവിടെ അത് അല്ല, ഒരു മാറ്റം വേണം. രാഷ്ട്രീയത്തിൽ സ്ത്രീകളുണ്ട്, പക്ഷേ എത്രയാണ് അതിൻ്റെ ഇനിയും കൂടുതൽ വരേണ്ടതുണ്ടോ? രാഷ്ട്രീയം സ്ത്രീകൾക്ക് പറ്റിയൊരിടമാണോ? രാഷ്ട്രീയത്തിൻ്റെ ആംഗിളിൽ നല്ലത് ഈ സ്ത്രീകളുടെ ആംഗിളിൽ നോക്കുമ്പോൾ എന്തായിരിക്കും പ്രധാനപ്പെട്ട പരിമിതികൾ അല്ലെങ്കിൽ ചലഞ്ച് അവർ ഫേസ് ചെയ്യേണ്ടി വരിക? അല്ല, ഇപ്പം ഞാൻ പറഞ്ഞ ചില സിറ്റുവേഷൻസിൽ എന്താ പറയുക, ഒത്തിരി രാത്രി പുറത്തേക്കുമ്പോൾ ഫാമിലി സഫർ ചെയ്യുന്നത് അവർക്ക് പ്രശ്നമായിരിക്കാം. ഒത്തിരി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ ഫാമിലി സഫർ, കാരണം അവരെപ്പോഴും സ്ത്രീകളെപ്പോഴും തങ്ങളുടെ കുടുംബത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സൊസൈറ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഫാമിലിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി സഫർ ചെയ്യുന്നത് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പോൾ അതായിരിക്കും അവരെ പിടിച്ചു വലിക്കുന്നൊരു കാര്യം. പിന്നെ ഇതിനകത്ത് ഒത്തിരി ക്രിമിനൽ എലിമെൻറ്റ്സ് പൊളിറ്റിക്സിലേക്ക് കടന്നിട്ടുണ്ട്. അവർ
ഇവരെ ആക്രമിക്കുന്നൊരു സാഹചര്യം ഭയപ്പെടുന്നുണ്ടായിരിക്കാം. വ്യക്തിപരമായും ഹരാസ് ചെയ്യുന്നൊരു സാഹചര്യം ഭയപ്പെടുന്നുണ്ടായിരിക്കാം. അതായിരിക്കും അവരെ പിടിച്ചു മാറ്റുന്ന ഒരു കാര്യം. അതുപോലെ ചാണ്ടിയം എന്ന വ്യക്തിയിലേക്ക് വരുമ്പോഴേ ഞാൻ ചില മനുഷ്യരെ പറ്റി ചോദിച്ചോട്ടെ, അവരെ എങ്ങനെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട്. ഒന്നാമതായി അമ്മയുടെ സ്വാധീനം എങ്ങനെയായിരുന്നു? അമ്മയാണ് എനിക്ക് ജീവിതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് വളർന്നു തന്നത്. അപ്പം എൻ്റെ ചെറുപ്പം മുതൽ എന്നെ വളർത്തിയത് അമ്മയാണ്. ഫാദറിന് പിന്നെ ഞങ്ങളുടെ സംബന്ധത്തിൽ ഗസ്റ്റായിരുന്നു ഇവിടെ മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ സ്കൂളിൽ വന്നിരുന്നുകൊണ്ടിരുന്ന അമ്മയാണ്. അപ്പം ഒരു പ്രയറിൻ്റെ കാര്യമൊക്കെ എന്നെ അമ്മയാണ് വളർത്തിയത്. അതുപോലെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ കോളേജ് റൂം കാണിക്കാൻ അച്ഛനും കൈപിടിച്ച് കൊണ്ടുപോയതൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ചെറുപ്പത്തിൽ നമുക്ക് അത്രയും പ്രശ്നമില്ലായിരുന്നു. ചെറുപ്പത്തിൽ കാര്യമാക്കിയിട്ടില്ല. അദ്ദേഹം വരാത്തത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. പിന്നെ ഇച്ചൂടെ ഒന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴാണ് അദ്ദേഹം കൂടെ വരണം എന്നൊരു തോന്നൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോയത്. പിന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്നെ സംബന്ധിച്ച് മരിക്കുന്നില്ല. അത് എനിക്കൊരു റിയാലിറ്റിയാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് പല സിറ്റുവേഷൻസിലും അദ്ദേഹം, കാരണം ഇന്നും ഞാൻ രാവിലെയും വൈകിട്ടും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയിട്ടാണ് ഞാൻ പുതുപ്പള്ളി തുടങ്ങുന്നത്. അപ്പം എനിക്കത് മരിച്ചിട്ടില്ല. ബിക്കോസ് അദ്ദേഹം എപ്പോഴും സംസാരം കുറവായിരുന്നു, ഇപ്പോഴും സംസാരം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഉണ്ട് എന്നുള്ളൊരു. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ഒരു കന്യാസ്ത്രീമാരുടെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അവിടെ ഒരു നേതാവിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫാദർ മരിക്കത്തില്ല. സോ എന്നെ സംബന്ധിച്ചത് റിയാലിറ്റിയാണ്. അച്ചുമ്മൻ, കാരണം ഞങ്ങൾക്ക് അദ്ദേഹം വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. പക്ഷേ ചാണ്ടിമൻ സാറിന് ആരാണ് അച്ഛൻ? അല്ല, എനിക്കത്ര എന്താ പറയുക, പുള്ളിക്കാരത്തി അങ്ങനെ ഒരു ഈ ഇൻഫ്ലുവൻസിൻ്റെ സമയത്ത് മാത്രമേ അങ്ങനെ സ്റ്റൈലിസ്റ്റായിട്ട് കാണുന്നുള്ളൂ, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ആളാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് പുള്ളിക്കാരത്തി എനിക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ ഭക്ഷണം വാരിത്തരാനൊക്കെ വരുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തി പക്ഷേ വളരെ മോഡേണായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മോഡേണല്ല, കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരത്തി കാണുന്നത്. ഓക്കെ. അതുപോലെ പുതുപ്പള്ളി പള്ളി, അതിൻ്റെ ഓർമ്മയോ അനുഭവങ്ങളോ എന്തെങ്കിലും? പുതുപ്പള്ളി പള്ളി പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മകൾ അപ്പയുടെ മരണവും അങ്ങനെ ഉള്ള ബന്ധമാണ് കൂടുതൽ. ചെറുപ്പത്തിൽ ഞാൻ പോവുമെങ്കിലും ഇത്രയും ഫ്രീക്വൻ്റായിട്ട് പോകുന്നത് ഞാനവിടെ ഉള്ള ഒരു സമയത്താണ്. അല്ലെങ്കിൽ ഞാൻ കൂടുതലും ഡൽഹി അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്നുള്ളതായിരുന്നു. പുതുപ്പള്ളി പള്ളിയുടെ പെരുന്നാളുകൾ ചെറുപ്പത്തിൽ പലതവണ പോകാനും പങ്കാളിയൊക്കെ ആവാൻ സാധിച്ചു. പക്ഷേ ഒരു റെഗുലർ വിസിറ്റർ എന്ന നിലയ്ക്ക് ഫാദർ. അതുപോലെ സോണിയാഗാന്ധി, കാരണം രാജീവ് ഗാന്ധിയുടെ ആരാധകനായിരുന്ന ഒരാൾക്ക് സോണിയാജിയെ കാണുമ്പോഴും പ്രവർത്തിക്കാൻ പറ്റുമ്പോഴും ഒക്കെ എന്തായിരുന്നു? അതെ, സോണിയാജിയെ എൻ്റെ ഫാദർ 91 ഒരു പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഡൽഹി കൊണ്ടുപോകുന്ന. അപ്പോൾ ഡൽഹി കൊണ്ടുപോകുമ്പോൾ സോണിയാജിയെ കാണിക്കും എന്നുള്ള പ്രോമിസ്. 3 പ്രോമിസുകൾ ഉണ്ടായിരുന്നു. 3 പ്രോമിസ് എന്തൊക്കെയായിരുന്നു? ആദ്യം ഒരു കണ്ണാടി, അതാഗ്രഹമായിരുന്നു. എനിക്കറിയില്ല, അതിനോട് ഒരു സൈക്കിള്. അപ്പം ദേ ഫൗണ്ട് എനിക്ക് എന്നെ എന്താ പറയുക, ഒരു ആശ്വസിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. അപ്പം മൂന്നാമത്തേത് വെച്ചാൽ ഡൽഹിയെ കൊണ്ട് സോണിയാഗാന്ധിയെ കാണിക്കുക എന്നുള്ളതാണ്. അതാ ആ അപ്പന് മാത്രം തരാൻ പറ്റുന്നൊരു പ്രോമിസാണ്, ഞങ്ങളുടെ അപ്പന് തരാൻ പറ്റില്ല. അപ്പം 91 തന്ന പ്രോമിസ് 3 വർഷം കഴിഞ്ഞ് 94 അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പം എന്നെ ഡൽഹി കൊണ്ടുപോയി രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ എന്താ പറയുക അന്തിമ വിശ്വാസത്ത് കൊണ്ടുപോയി. പിന്നെ സോണിയാജിയെ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഞാനൊരു സാൻഡൽവുഡിൻ്റെ ഒരു എലിഫൻറ്റ് കൊടുത്തു. അപ്പോൾ അത് 94. അപ്പോൾ 2004 സോണിയാഗാന്ധി കേരളത്തിൽ വന്നു. അപ്പോൾ കേരളത്തിൽ വന്നപ്പം ഞാനും ആ ലൈനപ്പിലുണ്ടായിരുന്നു. ലൈനപ്പിലുണ്ടായപ്പോൾ ഞാൻ സോണിയാജി ഓർപ്പിച്ചു, ഞാൻ അന്ന് വന്ന് കണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനു മുമ്പ് അമ്മ സോണിയാജിയെ സാരി ഉടുപ്പിക്കാൻ പോയൊരു സമയം ഞാൻ കൂടുതൽ പോയി. അപ്പോൾ അന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റും. അത് 97 98 കണ്ട, അന്ന് തീരെ കുഞ്ഞാണ്. പക്ഷേ 2004 ഞാനിത് കൃത്യമായി ഓർപ്പിച്ചു. പലതവണ കാണുവാൻ എനിക്ക് സോണിയാജിയെ കാണുവാൻ അവസരം ലഭിച്ചു. ഏറ്റവും അവസാനം MLA ആയതിനു ശേഷം 1 മണിക്കൂറോളം ഞാൻ
പോയി സംസാരിച്ചു. അപ്പം വലിയ സന്തോഷമാണ്. അപ്പം എപ്പോഴും പറയുന്ന ക്വാളിറ്റി, ഇന്ത്യയോടുള്ള സ്നേഹം. ഇന്ത്യയിൽ രാജീവ്ജിയുടെ മരണത്തിന് ശേഷം ഇന്ത്യക്കാരിയായി നിന്ന് ഇന്ത്യയുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മറ്റ് രാജ്യത്ത് ചില നേതാക്കന്മാരുടെ ഭാര്യയൊക്കെ മരണശേഷം അവർ രാജ്യം വിട്ടുപോവുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായി നിന്ന് ഈ രാജ്യത്തെ നയിക്കുവാനുള്ള അവസരം കിട്ടിയപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ഏറ്റവും സത്യസന്ധനായ വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കി ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ രാജ്യത്തെ നയിച്ച വ്യക്തിയാണ്. തീർച്ചയായിട്ടും അതെന്നും ഓർമ്മിക്കപ്പെടും. പക്ഷെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് ആ തീരുമാനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഞങ്ങൾക്കാർക്കും 2004 അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മളെല്ലാം സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകും, അപ്പം രാജീവ് ഗാന്ധിക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഫീലിംഗ്. പക്ഷേ സോണിയാജിയാണ് ശരി എന്നുള്ളത് കാലം തെളിയിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സോണിയാജിയുടെ ഒരു എന്താ പറയുക, രാഷ്ട്രീയത്തിനോടുള്ളത് അധികാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹമല്ല, രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള ഒരു തോട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു. അധികാരത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും ഇന്ന് മത്സരമുള്ളത്. അപ്പോൾ അധികാരം വെച്ച് നീട്ടിയിട്ടും അത് വേണ്ട, ഞാൻ അത് ഒരാളെ ഏൽപ്പിക്കുന്നു, അദ്ദേഹം ഇതിന് പ്രാപ്തനാണ് എന്ന് അവർ അത് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ഏൽപ്പിക്കുന്നത്. അത് കാലം അവരാണ് ശരി എന്നുള്ളത് തെളിയിച്ചിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അധികാരത്തിന് വേണ്ടിയല്ല, രാജ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നതെന്ന് അവർ തെളിയിച്ചു. അതുപോലെ രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഞാൻ രാജീവ്ജിയാണ് കാണുന്നത്, രാഹുൽജി. അപ്പം കാരണം എൻ്റെ ഫാദറിനൊരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എങ്ങനെ കരുതുമോ, ഹി ടുക്ക് കെയർ ഓഫ് മൈ ഫാദർ. തീർച്ചയായിട്ടും രാജീവ്ജിയിലുള്ള അതേ നന്മയാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത്. മാത്രമല്ല, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഒരുമയ്ക്ക് വേണ്ടി 4000 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയവരൊക്കെ ആ കളിയാക്കൽ അതോടെ അവസാനിപ്പിക്കേണ്ടി വരും. ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഒപ്പോസിഷനിൽ നിന്നിട്ട് ഒരു ലീഡറിൻ്റെ പേര് തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ CM-ൻ്റെ പേരാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ, ഒരു ഇൻ്റർവ്യൂവിനിടയിൽ. അപ്പോൾ എങ്ങനെയാണ് പിണറായി വിജയൻ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ട്. എൻ്റെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ചേരുന്നില്ല, രാഷ്ട്രീയപരമായി ഞങ്ങൾ യോജിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു കാര്യം ചെയ്താൽ അതും തെറ്റാന്ന് പറയണോ? ഞാൻ എൻ്റെ ഫാദറിന് സുഖമില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ അതിനുശേഷം ആശുപത്രിയിൽ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാഷ്ട്രീയമായിട്ട് ഒരു മര്യാദ കാണിച്ചു. അത് പറയുന്നത് തെറ്റാണോ? അത് തെറ്റാണെങ്കിൽ ഞാൻ ആവർത്തിക്കും. ആ തെറ്റ് ഞാൻ ചെയ്യാൻ റെഡിയാണ്. കാരണം അത് എൻ്റെ രാഷ്ട്രീയമായിട്ടൊരു ബന്ധമില്ല. ഞാനത് രാഷ്ട്രീയമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് എൻ്റെ ആദർശം ഒന്ന്, അദ്ദേഹത്തിൻ്റെ വേറൊന്ന്. അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തൊരു രാഷ്ട്രീയ മര്യാദ, ആ മര്യാദ പറയാൻ പോലും നമ്മളിന്ന് സൊസൈറ്റിയായിട്ട് അത്രയ്ക്ക് ഇൻടോളറൻ്റ് ആണെങ്കിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? നമ്മൾ മനുഷ്യരല്ലേ, ഇത് രാഷ്ട്രീയത്തിനപ്പുറം ജീവിതമില്ലേ? ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല രാഷ്ട്രീയക്കാർ കാണും, പല മതത്തിൽപ്പെട്ടവർ കാണും. ഇതെല്ലാവരും നമ്മൾ ചേർന്നല്ലേ ജീവിക്കേണ്ടത്. ഇപ്പം നമ്മൾ ആരോടെങ്കിലും ഒരു കൊല്ലുന്ന വൈരാഗ്യവുമായിട്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അവിടെയാണ് ഞാൻ റിക്കൺസിലേഷൻ വേണം. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം, പക്ഷെ അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറം ചില നന്മകളുണ്ടെങ്കിൽ അതുകൂടി അംഗീകരിക്കണം. ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി രാജീവ് ഗാന്ധിയെ യുടെ സപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം ആരെങ്കിലും ഒരു കുറ്റം പറയുമോ? ഇപ്പം അതുപോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ബേസിക് കേർട്ടസി ഹി ഹാസ് ഡൺ. മാത്രമല്ല, എൻ്റെ ഫാദറിന് സുഖമില്ലാന്ന് കേട്ടപ്പോൾ ഹി ട്രാവൽ ഓൾ ദ വേ ടു കം ടു ആലുവ ആൻഡ് മീറ്റ് ഹിം. അപ്പം അദ്ദേഹം എൻ്റെ പരിചയത്തിലുള്ളൊരു ഡോക്ടറെ വിളിച്ച്, അദ്ദേഹത്തിൻ്റെ ഡോക്ടർ കൂടിയാണ് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഉമ്മൻചാണ്ടിക്ക് കൊടുത്തത്. വളരെ അപ്പം ഹി വാസ് വെരി കൺസേൺഡ് അബൌട്ട് ഹിം. മാത്രം ഒരു സമയത്ത് അദ്ദേഹം ചീട്ട് കൊടുത്തു വിട്ടു എൻ്റെ ഫാദറിൻ്റെ അടുത്ത്, എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊരു കൺസേൺ ഉള്ള ആളായിരുന്നു. അതിനകത്ത് കൂടി രാഷ്ട്രീയം കാണുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. നമുക്ക് അങ്ങനൊരു സമൂഹത്തെ എങ്ങനെ ഇൻടോളറൻ്റായിട്ട് ഇപ്പം അമേരിക്കയിൽ കണ്ടില്ലേ? അമേരിക്കയിൽ ചാർലി കിർക്ക് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. ഫോർ വാട്ട്? അയാളുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്തതിൻ്റെ പേരിൽ.
നമ്മളങ്ങനെ ഇൻടോളറൻറ്റ് സൊസൈറ്റിയിലോട്ടാണോ പോകുന്നത്? നമ്മൾ പരസ്പരം സഹകരിച്ചും പരസ്പരം ക്ഷമിച്ചും ഉൾക്കൊണ്ടും റിക്കൺസൈൽ ചെയ്തുകൊണ്ടും രാഷ്ട്രീയമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിൽക്കും, അത് പറയും, അത് നമ്മൾ സമരം നടത്താനുള്ള സമരം നടത്തും. ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത ഉടുപ്പിട്ട് സമരം ചെയ്ത ആളാണ്. പക്ഷെ എൻ്റെ അപ്പോഴും ഇങ്ങനെ ഒപ്പീനിയൻ എനിക്കുണ്ട്. കാരണം ഒരു മര്യാദ ഒരാൾ കാണിച്ചാൽ ഞാനത് പറയും. എൻ്റെ സ്വഭാവം അതാണ്. എനിക്ക് തോന്നുന്നു ചാണ്ടി ഉമ്മൻ സാറിൻ്റെ ഓർമ്മകളിൽ എപ്പോഴും ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാന കാലവും ഒപ്പം നിന്ന മനുഷ്യരും ഒക്കെ ഉണ്ടല്ലേ. ആരുടെയൊക്കെ പേരുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ മുഖങ്ങളും മൊമെൻസും ആണ് ഓർമ്മയിലുള്ളത്? അല്ല, ആദ്യം തന്നെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരിക രാഹുൽ ഗാന്ധി തന്നെയാണ്. കാരണം എൻ്റെ ഫാദറിന് കോയമ്പത്തൂർ മാക്സിമം കേരളത്തിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കേരളത്തിലെ സംവിധാനങ്ങളിൽ ഒരു വിശ്വാസക്കുറവ് എവിടെയോ വന്നുപോയി. അപ്പോൾ അദ്ദേഹം സംബന്ധിച്ചു കോയമ്പത്തൂർ വരെ പോവാം. അപ്പം ഞാനും ഓർത്തു കേരളത്തിന് പുറത്താണല്ലോ എന്നുള്ളത്. പക്ഷെ അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് എൻ്റെ ഫാദറിനെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് ജർമ്മനി കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. പക്ഷേ അദ്ദേഹം പറഞ്ഞു എനിക്ക് സർക്കാരിൻ്റെ ആവശ്യമില്ല, സർക്കാരിൻ്റെ രൂപ ഞാൻ എടുക്കത്തില്ല, സർക്കാർ രൂപ എടുക്കാതെ പോകാൻ സാധിക്കത്തില്ല, ഞങ്ങളെ സംബന്ധിച്ച് കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ല. അപ്പം കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ചെയ്യാം എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചപ്പോഴത്തേക്ക് രാഹുൽജിയാണ് അവിടെ ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒത്തിരി പേര്, ഞാനിപ്പോൾ പേരെടുത്ത് പറഞ്ഞ് ആരെങ്കിലും വിട്ടുപോയാൽ അതും ഒരു ഇതാവും. അതുകൊണ്ട് ഒത്തിരി പേരുണ്ട്. അത് പക്ഷേ നമ്മളൊരു രോഗിയുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ കാണണം, രാഷ്ട്രീയ നേതാവിനെയല്ല. ഒരു രോഗി, നമ്മുടെ വീട്ടിലൊരാൾക്ക് ഇങ്ങനെ അസുഖം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്താക്കുഴപ്പത്തിലാവും. ആ ചിന്താക്കുഴപ്പത്തെ പബ്ലിക്കാക്കാനും പബ്ലിക്കിൽ ഡിസ്കോസ് ആക്കാനും ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അത് വലിയൊരു ദ്രോഹമാണ് ആ കുടുംബത്തോട് ചെയ്യുന്നത്. അങ്ങനെ ഡിസ്കോസ് വന്നപ്പോൾ ഒരു മര്യാദ കാണിച്ച കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ഒരു പരിധി വെക്കേണ്ടത് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയുള്ളത്. മനുഷ്യൻ എന്ന നിലയ്ക്കല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ രാഷ്ട്രീയ നേതാവിനും പുള്ളിക്ക് സ്വാതന്ത്ര്യമില്ലേ ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നുള്ളത്? പുള്ളിക്ക് രോഗമെന്ന് ഇവരെങ്ങനെ തീരുമാനിക്കണേ? അദ്ദേഹത്തിന് രോഗം എന്താണെന്ന് ഇവരെങ്ങനെ ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പം പറയാൻ താല്പര്യമുണ്ടോ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗവും? അതല്ല ഞാൻ പറയുന്നത്, ഇതിനകത്ത് തുടക്കം മുതൽ ചില സംശയങ്ങളുണ്ടായിട്ടുണ്ട്. തുടക്കം മുതൽ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു, യാഥാർത്ഥ്യമാണ്. ആ ഗ്രോത്ത് ഞങ്ങൾ ഓൾട്ടർനേറ്റീവായിട്ടുള്ള മെഡിസിൻസ് ചെയ്തിരുന്നു. ഫസ്റ്റ് ടൈം വന്നപ്പോൾ CM ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഒരാൾ കൂടുതൽ പോയി ആ മരുന്ന് കൃത്യമായി കൊടുത്ത് അത് മാറുകയും ചെയ്തു 1 മാസത്തിനുള്ളിൽ. അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം, പൊളിറ്റിക്കലായിട്ട് ഒത്തിരി പ്രഷേഴ്സിലൂടെ അദ്ദേഹം കടന്നുപോയി. എൻ്റെ ഫാദറിനെ കള്ളക്കേസിൽ ഈ ഗവൺമെൻറ് കൊടുക്കാൻ ശ്രമിച്ചു, ഇല്ലാത്ത ഒരു കേസ്. അന്ന് അദ്ദേഹം ഉറങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ അത്രയ്ക്ക് പ്രഷറിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബോഡി വിൽ ഓൾസോ പല രോഗങ്ങളായിട്ട് വന്നേക്കാം. അപ്പോൾ 2019 ഇത് റിക്കവർ ചെയ്തു. ആ റിക്കവർ ചെയ്ത സമയത്ത് ഇതേ മെഡിസിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. അത് വീണ്ടും ഒരു 9 മാസ സമയം കൊണ്ട് ഇറ്റ് റിസീഡഡ്. പിന്നെ 22-ലാണത് വീണ്ടും റിപ്പീറ്റ് ആവുന്നത്. അപ്പോഴാണ് ഈ വിവാദങ്ങളൊക്കെ വന്ന്, ബിക്കോസ് നമുക്കിപ്പോൾ ഇതിനകത്ത് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആ ചിട്ടവട്ടം ഫോളോ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും അത് ഒരു ശൈലി പിന്തുടരുന്ന ആളല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോഴും നമുക്ക് ചില പരിമിതികൾ വന്നുപോയി എന്നുള്ള യാഥാർത്ഥ്യം. അതേസമയം അദ്ദേഹത്തെ ഈ ഒരു വേറെ ട്രീറ്റ്മെൻറ്റേ കൊണ്ടുപോയപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്, ഇല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും ഒരു എന്താണ് ഈ അസുഖമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അവസാന നിമിഷം വരെ ഇത് സ്പ്രെഡ് ചെയ്തിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടോ എനിക്കറിയില്ല. തൊട്ടടുത്ത ലിംഫ് നോഡിൽ പോലും ഇത് സ്പ്രെഡ് ചെയ്തിരുന്നില്ല. അങ്ങനെ ക്യാൻസർ ഞാൻ കേട്ടിട്ടില്ല. ഐ ഡോണ്ട് നോ. ആ ദിവസം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ മകൻ എന്ന നിലയിൽ? ആ വിലാപയാത്രയും കേരളം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ മനുഷ്യർ ഒത്തുകൂടുകയും പറയുന്നുണ്ട് ഒരു കാലത്തിൻ്റെ അവസാനമാണ്. കാരണം ജനങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിന് ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു അവസാനത്തെ ജനനേതാവായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ.
പറ്റുന്നുണ്ടോ ആ ദിവസം? അല്ല, ഞങ്ങൾ എന്താ പറയുക, ഞാൻ 12 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. 12 മണിയായപ്പോൾ ഞാൻ അപ്പം പിറ്റേ ദിവസം നോർമലായി എന്നുള്ള വിശ്വാസത്തിൽ റൂമിലോട്ട്, വലിയ ദൂരമില്ലായിരുന്നു, ഒരു 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 300-400 മീറ്റർ അപ്പുറമില്ല, തൊട്ടപ്പുറത്ത് ഹോസ്പിറ്റലായിരുന്നു. ഞാൻ പോകുന്നു. പക്ഷെ 3 മണിയായപ്പോൾ ഇങ്ങനെ പറഞ്ഞു. എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം തലേ ദിവസം പ്രശ്നം ഉണ്ടായിട്ട് നോർമലായതാണ്. പിന്നെ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും അവസാനം വരെ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ഒരു വിഷമം അങ്ങനെ അറിഞ്ഞില്ല. അതുപോലെ ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മൾ കുഞ്ഞിലെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അധികാരത്തിന് വലിയ പ്രാധാന്യം, പ്രവർത്തിക്കുക എന്നുള്ളതാണ് കാര്യം എന്നുള്ളത്. സാറിന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ തന്നെ വലിയ വലിയ സ്ഥാനങ്ങളൊന്നും മോഹിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ അധികാര സ്ഥാനങ്ങൾ, ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ അധികാര സ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം നമുക്ക് എന്നാലാണ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അധികാര സ്ഥാനങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്, അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ടാണല്ലോ ഇത്രയും ആൾക്കാരെ സഹായിക്കാൻ സാധിച്ചത്. അതുപോലെ ചാണ്ടി ഉമ്മൻ എന്ന നേതാവിലേക്ക് വരുമ്പോൾ അല്ല, ഇപ്പം മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത്. അതേസമയം കാര്യമായ സ്ഥാനമില്ലെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം ആ സ്ഥാനത്തിന് ശേഷം തെളിയിച്ചല്ലോ. അതിന് മുന്നും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥാനം മാറിയതിന് ശേഷം സ്ഥാനമൊന്നും ഇല്ലാത്തപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, കോവിഡാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും ഏതൊരു ദുരന്തമാണെങ്കിലും അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാൻ സ്ഥാനമൊന്നും ഇല്ലാത്തപ്പോഴും MLA ആയിട്ട് തന്നെ സാധിച്ചു. അതുകൊണ്ട് സ്ഥാനമൊന്നും നിർബന്ധമല്ല. സ്ഥാനമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് സാധാരണക്കാരനായ വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ഒരു രാജ്യത്തിൻ്റെ തന്നെ തലവര മാറ്റുന്ന രീതിയിൽ ഈ കുട്ടി ഡിസിഷൻസ് പക്ഷേ അദ്ദേഹം ആയില്ലായിരുന്നെങ്കിലോ മേ ബി ദാറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പം ആവുമ്പോൾ കുറേ ഡയമെൻഷനുണ്ട്, ആവാതിരിക്കുമ്പോഴും ഡയമെൻഷൻസ് ഉണ്ട്. കണ്ണൂർ വെച്ചിട്ടേ ഒരിക്കൽ ഉമ്മൻചാണ്ടി സാറിനെ ഒരാൾ കല്ലെറിയുണ്ടായി. പിന്നെ അദ്ദേഹം തന്നെ മാപ്പ് പറയാൻ വരികയും വളരെ വികാരാധീനതയായി സംസാരിക്കുകയും ചെയ്തു. മകൻ എന്ന നിലയ്ക്ക് അത്തരം മാപ്പ് കൊടുക്കലുകളും അത്തരം ഏറ്റുപറച്ചിലുകളും ഒക്കെ എങ്ങനെയാണെന്ന് കണ്ടിട്ട്? ഒത്തിരി കണ്ടിട്ടുള്ളതുകൊണ്ട് പുതുമയില്ല. ഒത്തിരി കണ്ടിട്ടുള്ളതുകൊണ്ടും ഒത്തിരി കേട്ടിട്ടുള്ളതുകൊണ്ടും അത് നാച്ചുറൽ വേ ഓഫ് ലൈഫാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അതിനകത്തൊരു പുതുമയില്ല. ഓക്കെ. അതുപോലെ ചാണ്ടി ഉമ്മൻ സാറിനെ അടുത്ത് കിട്ടിയിട്ട് ഇതൊക്കെ ചോദിക്കാതെ വിട്ടാൽ ചിലപ്പോൾ അതൊരു പൂർണ്ണത ഉണ്ടാവില്ല. ഈ മെസ്സി ആയിട്ടുള്ള ഹെയറും വേഗത്തിലുള്ള നടത്തവും ഇതേപ്പറ്റിയൊക്കെ ആൾക്കാർ കുറേ ഇൻസ്റ്റഗ്രാം റീൽസും മ്യൂസിക് ഇട്ടിട്ടുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് വേഗത്തിലുള്ള നടത്താൻ? ഫാദർ വേഗത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഫാദർ ഭയങ്കര വേഗത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കും വേഗത്തിൽ നടക്കാനാണ് ഇഷ്ടം. ഈ മെസ്സി ഹെയറൊക്കെ ഒരു കെയർലെസ്നെസ് ആണോ അതോ സ്വാഭാവികമായിട്ടുള്ള? അല്ല, ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യാറില്ല. മാക്സിമം ഇങ്ങനെ കൈവച്ച് ചെയ്യുന്ന ഒരു പരിപാടിയുള്ളൂ. ചില റെയർ ഒക്കേഷൻസ് മാത്രമേ ഉള്ളൂ. ഫാദർ ചെയ്യുമായിരുന്നു, ഞാൻ ചെയ്യത്തില്ല. എനിക്കങ്ങനെ, കാരണം ആ മുടി ഇരിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാതെ. സാറിന് ഇപ്പോൾ ഒരു സ്വപ്നമുണ്ട്, പുതുപ്പള്ളിയെ വലിയൊരു സ്പോർട്സിൻ്റെ ഹബ്ബാക്കി മാറ്റുക അല്ലേ? അതിന് പുറകിലാണ് കുറച്ച് നാളുകളായി തന്നെ ആ ഒരു സ്വപ്നത്തിന് പുറകിൽ. അതിനും ഒരു കാരണമുണ്ട്. ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾക്ക് സ്പോർട്സ് ഒരു വലിയ ഉപാധിയായിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നുള്ളത് അല്ലേ? അപ്പോൾ ആദ്യം ചോദിക്കാനുള്ളത്, ലഹരിയിൽ നിന്നും കുട്ടികളെ, ലഹരി വളരെ പ്രശ്നമാണോ കേരളത്തിൽ? ആണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് അതിനെ നേരിടാൻ പറ്റുക? നമുക്കറിയാം, ലഹരി പലതരത്തിലും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇസ്രായേലിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും കാനബിസ് ഉപയോഗിക്കുന്നുണ്ട്. അത് ക്യൂറിന് വേണ്ടി, ക്യാൻസർ ഉൾപ്പെടെയുള്ള ചില ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ചിലത് ഈ പറയുന്ന സിന്തറ്റിക് മെഡിസിൻസ് പോലും ഉപയോഗിച്ച്, സിന്തറ്റിക് ഡ്രഗ്സ് പോലും ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേകമായ ട്രീറ്റ്മെൻറ്റാണ്. ഇവിടെ ഇതൊന്നും അല്ലല്ലോ. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കിഡ്സ് ഇത് സുലഭമായി കിട്ടി അവർ ഉപയോഗിച്ച് അവരുടെ ജീവൻ നശിക്കുകയാണ്. അപ്പം ദാറ്റ് ഈസ് എ പ്രോബ്ലം വിച്ച് നീഡ് സൊല്യൂഷൻ. ആ സൊല്യൂഷൻ എന്താണ്? നമ്മളെ കുട്ടികളെ അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സൊല്യൂഷൻ. നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അനുഭവമാണ്, നമ്മളിപ്പോൾ ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെറ്ററാവും. അപ്പം പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഈ നഗരത്തിലാണ്, തിരുവനന്തപുരത്താണ് ജനിച്ചതും ജീവിച്ചതും കുറേ നാൾ. അപ്പോൾ ഇവിടെ എനിക്ക് കളിക്കാൻ അവസരങ്ങളില്ലായിരുന്നു. ഞങ്ങളാണെങ്കിലും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഒരു എല്ല് പോലെ ഫ്രണ്ടും
ബാക്ക് അത്ര ഇച്ചിരി ഏരിയ ഉണ്ട്. ആ റോഡിലാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാർ ഷെഡിനുള്ളിൽ. അപ്പം നമ്മുടെ കുട്ടികൾക്ക് കളിക്കുവാൻ അവസരമില്ല. അത് എൻ്റെ മണ്ഡലത്തിൽ നോക്കുമ്പം, കേരളത്തിൽ പൊതുവേ നോക്കുമ്പോഴും ഒരു യാഥാർത്ഥ്യമായി നിൽക്കുക. ഇപ്പം ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ ഗെയിംസിനുള്ള സ്ഥലങ്ങളുണ്ടാവണം. അതായിരിക്കും ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ഫൈറ്റിംഗ് ഡ്രഗ്സ്. ബിക്കോസ് ഡ്രഗ്സ് ഇന്ന് എല്ലാ സ്കൂളിലും, എല്ലാ കോളേജിലും, എല്ലാ എന്താ പറയുക, ഹിന്ദി പരിച്ചവരാ അല്ലെങ്കിൽ ജംഗ്ഷനിൽ അവൈലബിളാണ്. അങ്ങനെ സാധ്യത കേരളത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൈവിട്ട് പോകുന്ന നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു മാസത്തിൽ 12 മാതാപിതാക്കളെയാണ് കുട്ടികൾ കൊന്നിട്ടുള്ളത് ഈ കേരളത്തിൽ. അപ്പം നമുക്ക് കൈവിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈറ്റ് ഇറ്റ്. സോ 100% മെഡിസിനൽ പർപ്പസിന് ഒഴിച്ച് ബാക്കി ഒന്നിനും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് അവരുടെ ജീവൻ നശിക്കുന്നു. അവരാരാവുന്ന വ്യക്തികളാണ്. ഇപ്പം ഗവൺമെൻറ് ഇപ്പം മെസ്സിയെ കൊണ്ടുവരുന്നതാണ് പറയുന്നത്. എനിക്ക് അതിനോട് വിയോജിപ്പാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് മെസ്സി ഉണ്ടാവണം. മാത്രമല്ല മെസ്സി വന്നു പോകുമ്പോൾ 150 കോടി രൂപ, 1-2 രൂപയല്ല, ഒരു പ്രൈവറ്റ് പാർട്ടിയാണ് കൊടുക്കുന്നത് വെച്ചോളൂ. പക്ഷെ 150 കോടി രൂപ കൊടുത്ത് എന്തുമാത്രം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാം, എന്തുമാത്രം കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാം. അവിടെയാണ് ഗവൺമെൻറ് റീതിങ്ക് ചെയ്യേണ്ടത്. ഇദ്ദേഹം വരുന്നതുകൊണ്ട് ഒരു ആവേശം ഉണ്ടാകുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. അവിടെ അതിൻ്റെതായ വലിയ ഒരു ആരവമൊക്കെ ഉണ്ടാകും. പക്ഷെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആരവം കെട്ടടങ്ങിയില്ലേ? ആരവം നിലനിർത്തുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആരവത്തിൽ നിന്ന് നമുക്ക് ഈ എന്തുകൊണ്ട് ആരവം വരുന്നു? കാരണം ജനങ്ങളുടെ ഇടയിൽ ഫുട്ബോളിനുള്ള ക്രേസ്. മെസ്സിയെ പോലുള്ള ആൾ വരുമ്പോൾ ആ ആളുടെ മാന്ത്രികതയിലുള്ള ക്രേസ്. അങ്ങനെ മാന്ത്രികതയുള്ള കുട്ടികൾ ഇവിടെ ഇല്ലേ? ആ കുട്ടികളിലല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ക്രേസ് എന്തുകൊണ്ടാണ്? ഈ നാട്ടിലെ ഒരു വികാരമാണ്, ഒരു മതമാണ് ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ. നമുക്കത് ഇപ്പോഴും റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഗവൺമെൻറ് ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, സ്കൂളുകൾ ശ്രദ്ധ കൊടുക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ PT ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ദിവസവും PT വേണം. എന്നാൽ മാത്രമേ ഈ ഒരു മനസ്സിനെ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ, നമ്മുടെ കുട്ടികളുടെ കറക്റ്റ് ഫോക്കസിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അവർക്കൊരു വലിയ ആഗ്രഹമുണ്ട്, വലിയ ഡിസയറുണ്ട്. എന്താ അവർക്ക് ഡിസയർ? മെസ്സിയെ പോലെ ആവാൻ. അവർക്ക് ഡിസയറുണ്ട് റൊണാൾഡോയെ പോലെ ആവാൻ. അവർക്ക് ഡിസയറുണ്ട് സച്ചിനെ പോലെ ആവാൻ, ലാറയെ പോലെ ആവാൻ, അല്ലെങ്കിൽ മഗ്രാത്തിനെ പോലെ ആവാൻ. അങ്ങനെ ഉള്ള കുട്ടികളെ അവരുടെ പൊട്ടൻഷ്യലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ജനപ്രതിനിധികൾക്ക് ബാധ്യതയുണ്ട്, സമൂഹത്തിന് ബാധ്യതയുണ്ട്, മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട്, സർക്കാരിന് ബാധ്യതയുണ്ട്. അതുപോലെ കേട്ടിട്ടുണ്ട് ആദ്യത്തെ US യാത്ര, അടുത്തിടെ ദുബായിലേക്ക് നടത്തിയ യാത്ര, ഇതൊക്കെ ആ പുതുപ്പള്ളിയെ ഒരു സ്പോർട്സ് ഹബ്ബാക്കാനുള്ള പദ്ധതികളുടെ ഭാഗം തന്നെയായിരുന്നു. ഇതുവരെ എത്തിയ സ്വപ്നം അത് നമുക്ക് എനിക്ക് വലിയ പ്രതീക്ഷയാണ് ഇപ്പോഴും കാര്യത്തിൽ. ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത്. അടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂള് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് എഗ്രി ചെയ്തതാണ് ഒരു 7 ഏക്കറിൽ ചെയ്യാമെന്നുള്ളത്. അതിൻ്റെയൊക്കെ പക്ഷേ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സമയമെടുക്കുമായിരിക്കാം, പക്ഷേ ചെറുതാണെങ്കിൽ പോലും ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ തന്നെ 2 കുളങ്ങൾ നവീകരിക്കുവാൻ 1 കോടിയോളം രൂപ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കുളത്തിൻ്റെ വളരെ നാളുകൾക്ക് പരിശ്രമത്തിന് ശേഷം 67 ലക്ഷം രൂപ അതിന് സാങ്ഷനായി കഴിഞ്ഞു. ഇനി TS ആയി കഴിഞ്ഞു. ഇനി അതിൻ്റെ വർക്ക് തുടങ്ങേണ്ട പാരമ്പര്യത്തിലേക്ക് എത്തണം. അപ്പം ഇങ്ങനെ ഞാൻ പരമാവധി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് സ്പീഡപ്പാക്കി കാര്യങ്ങൾ എത്തിക്കുവാൻ. മാത്രമല്ല നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ പരമാവധി ചെയ്ത് പുതുപ്പള്ളിയെ ആ ഒരു തരത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണുള്ളത്. സർ, അതുപോലെ ഒരു പൊതുപ്രവർത്തനയെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇതുപോലൊരു സ്വപ്നത്തിന് പിന്നാലെ നമ്മൾ പോകുമ്പോഴേ എന്താണ് പ്രധാന ഒരു തടസ്സം എന്ന് തോന്നിയിട്ടുള്ളത്? അല്ല, പ്രധാനമായ തടസ്സം ചില രാഷ്ട്രീയ കാരണങ്ങളാവാം. ചില രാഷ്ട്രീയം എല്ലായിടത്തും ഉണ്ട്. അതാണ് ആഗ്രഹം. രാഷ്ട്രീയ കാരണങ്ങളാണോ, ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള കാരണങ്ങളാണോ? രാഷ്ട്രീയമുണ്ട്, ചില ബ്യൂറോക്രാറ്റിക് ഉണ്ടായിരിക്കാം. ബ്യൂറോക്രാറ്റിക് ഒരു പ്രശ്നമാണ്, ഇല്ല ഞാൻ പറയത്തില്ല. അതുപോലെ തന്നെ പക്ഷേ അതിനകത്തൊരു പോസിറ്റീവ് സൈഡാണ് ഞാൻ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സ്ഥലം വിട്ടുതരാൻ ഒരു മടിയില്ല കേട്ടോ. സ്ഥലമാണ് നമ്മുടെ ഏറ്റവും കുറവുള്ളത് ഈ നാട്ടിൽ. പക്ഷെ സ്ഥലം വിട്ടുതരാൻ മനസ്സുള്ള ഒത്തിരി പേരുണ്ട്, സ്ഥലം കൊടുക്കുവാൻ. എനിക്ക് ആദ്യം ഒരു ടർഫ് പണിയാനായിട്ടൊരു സ്ഥലം വിട്ടു തന്നു ഫ്രീ ആയിട്ട്. അവിടെ 27 ലക്ഷം രൂപയുടെ ഒരു ടർഫ് പണിയാനും സാധിച്ചു. ആ ടർഫ് പണിയാനും ഒരാൾ സഹായിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ആൾക്കാർ ഒത്തിരി നല്ല മനസ്സുള്ളവരുണ്ട്. അവരുള്ളതുകൊണ്ടാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. അതേസമയം നമുക്ക് ചില ഹേർഡിൽസ് ഉണ്ട്. ആ ഹേർഡിൽസിനെ മറികടക്കാവുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു സ്ഥലത്ത് ഒരാൾക്ക് സ്ഥലം വിട്ടുതരുമെന്ന് പറഞ്ഞു. ഒരു വർഷക്കാലം അതിൻ്റെ പുറകെ നടന്നു. പക്ഷേ എൻ്റെ ബ്യൂറോക്രാറ്റിക് ഹേർഡിൽ കാരണം നടന്നില്ല. പിന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ ടർഫ് തരാമെന്ന് പറഞ്ഞാൽ പതുക്കെ അങ്ങ് വിഡ്രോ ചെയ്തു. അത് എന്തുവാന്ന് എനിക്കറിയില്ല കാരണം, പക്ഷേ അദ്ദേഹം വിഡ്രോ ചെയ്തു. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഒരു 2 വർഷത്തെ കാര്യം മാത്രമല്ലല്ലോ, നമ്മൾ പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ്. ഞാൻ പറയട്ടെ, ഇതൊരു കുട്ടികളുടെ ആഗ്രഹം
സാധിക്കുക എന്നുള്ളത് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആഗ്രഹം സാധിക്കുക ഒരു ഭാവി കൂടി ഉണ്ടാക്കുക. കുട്ടികൾ ഒളിമ്പിക്സിൽ പോയി നമുക്ക് നേടും, കുട്ടികൾ ഏഷ്യൻ ഗെയിംസിൽ നേടും. എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഈ ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും ഒക്കെ കാണുന്ന ആളാണ്, ഈ ഇന്ത്യയുടെ ഗെയിംസ് കാണുന്ന ആളാണ്. അപ്പോൾ എൻ്റെ എപ്പോഴും ആഗ്രഹം ഇന്ത്യ ഒരാൾ വരണം എന്നുള്ളത്, അത് നമ്മൾക്ക് എപ്പോഴും ഒരു വികാരമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് വലിയ വിഷമമായിരുന്നു, നമുക്ക് ഒരിടത്തും കിട്ടാതെ വരുന്നത്. അപ്പോൾ അവിടെ ഒരു 96 ആണെന്ന് തോന്നുന്നു, ലിയാൻ്റെ പേസിന് മാത്രമേ ഒരു ബ്രോൺസ് മെഡൽ കിട്ടി, സിംഗിൾ മാത്രം കിട്ടിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് നമുക്ക് വലിയൊരു നാണക്കേടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയും വലിയ പോപ്പുലേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തിക്ക് മാത്രം കിട്ടുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ വ്യത്യാസം വരുന്നു. പക്ഷേ ഇതാണോ നമ്മുടെ പൊട്ടൻഷ്യൽ? ചൈനയ്ക്ക് തുല്യമായി നിൽക്കേണ്ട പൊട്ടൻഷ്യലാണ് നമ്മുടേത്. കഴിഞ്ഞ ദിവസം ഞാൻ ദുബായി ചെന്നപ്പോൾ, ദുബായ് എന്ന് പറഞ്ഞ രാജ്യം ചെറിയ രാജ്യമാണ്, നമ്മുടെ ആൾക്കാരാണ് അവിടെ കൂടുതൽ പോപ്പുലേഷൻ, അവിടെയുള്ളവർ തന്നെ വളരെ കുറവാണ്. പക്ഷേ അവിടെ ഞാൻ പത്രം വായിച്ചപ്പോൾ പത്രത്തിലെ പ്രധാന വാർത്തകളൊന്ന്, അവർ ഖലീജ് ടൈംസിൽ കുറേ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാണ്, ആരാണ് ഇവിടുത്തെ സ്റ്റാർ എന്നുള്ള രീതിയിൽ. അതിനകത്ത് ഒരാളുടെ ഞാൻ വായിച്ചപ്പം 3-ാം വയസ്സ് മുതൽ ദുബായ് പൂൾസിൽ സ്വിം ചെയ്ത് ഇപ്പോൾ ഒളിമ്പിക്സിന് പോകുന്നു. ഇത്ര വാട്ടർ ബോഡീസ് ഉള്ള നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല? ദുബായിൽ എവിടെ വെള്ളം? പൂൾസിൽ മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ വെള്ളം കൊണ്ട് നിൽക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഞാൻ താഴത്തങ്ങാടി വള്ളംകളിക്ക് പോയപ്പം ആ വള്ളംകളിയെ പറ്റി മനസ്സിലാക്കുമ്പോൾ 128 വർഷമായ വള്ളംകളി. നമുക്ക് പക്ഷേ കനോയിങ്ങിലോ കയാക്കിങ്ങിലോ ഈ ഒരു എക്സ്പീരിയൻസ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? രാജ്യത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ പുറത്തോട്ട് പോകുമ്പോൾ നമുക്കെത്തില്ല. അപ്പോൾ നമുക്ക് പുന്നമടക്കായലിൽ മികച്ച ഒരു സ്ഥാപനമുണ്ട്, ആ സായിയുടെ തന്നെ ഒരു വാട്ടർ സ്പോർട്സുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഇതിനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇതിനൊരു ഇൻഡസ്ട്രി കൂടി ആക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. പ്രത്യേകിച്ച് ഇവിടെ ഇൻഡസ്ട്രി അല്ലാതെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനി എന്താ ഇൻഡസ്ട്രി വർക്കുക? ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് പോസിബിൾ അല്ല, പക്ഷേ സ്പോർട്സിൽ ഇൻഡസ്ട്രി ആവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് മെസ്സി വരുമ്പോൾ ഇവിടെ ഒരു ആരവം, ആ ആരവത്തെ നമ്മൾ മൊബിലൈസ് ചെയ്യുക, അവരെ ചാനലൈസ് ചെയ്യുക, അവരെ വളർത്തിക്കൊണ്ടുവരിക, മെസ്സിയാക്കുക. പക്ഷേ അങ്ങനെ മെസ്സിയാവാൻ പൊട്ടൻഷ്യലുള്ള കുട്ടികളെ നശിപ്പിക്കുന്ന ഡ്രഗ്സിനെ തകർക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഓക്കെ, പിന്നെ അവസാനത്തേക്ക് മാറ്റി വെച്ചൊരു ചോദ്യം തന്നെയാണ്. അത് നമ്മൾ കുറേ വ്യക്തികളെ പറ്റി സംസാരിച്ചു, വ്യക്തികളെ പല ഷെയ്ഡ്സ് ഓഫ് മനുഷ്യരെ പറ്റി സംസാരിച്ചില്ലേ. ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്കൊരു പാർട്ണർ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക? സ്വാഭാവികമായിട്ടുണ്ടല്ലോ, പാർട്ണർ വേണം എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒരുപാട് ഉയരങ്ങളും ഇനിയും സംസാരിക്കാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം.